ഖുർആനിൽ അള്ളാഹ് ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് പോരെ? ചോദിച്ചിട്ടില്ലേ ഖുർആന്? അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, ഒരടിമക്ക് അള്ളാഹു പോരെ? അള്ളാഹ് ചോദിക്കുക ഖുർആനില്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, ഒരടിമക്ക് അള്ളാഹു പോരെ? അള്ളാഹു മതിയായവനല്ലയോ? പോരാന്നാണ് പല ഉസ്താദുമാരും സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുന്നത്. കേരളക്കരയിലെ ആദ്യ കാലഘട്ടത്തിൽ മുജാഹിദിലേക്ക്, ഈ പ്രസ്ഥാനത്തിലേക്ക് ആളുകൾ വന്നത് ഈ കൊച്ചു ആയത്തൊക്കെ കേട്ടിട്ടാണ്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു എന്ന ആയത്ത് കേട്ടിട്ട് അതിന്റെ അർത്ഥം എഴുതിയെടുത്ത് പ്രിയപ്പെട്ടവരെ പള്ളി ദർസിൽ പഠിപ്പിക്കുന്ന ഉസ്താദിനോട് പോയി ചോദിച്ചു, ഇതിന്റെ അർത്ഥം എന്താണ്? അപ്പൊ ഉസ്താദ് പറഞ്ഞു, ഒരടിമക്ക് അള്ളാഹു പോരെ, അള്ളാഹ് മതിയായവനല്ലയോ എന്നാണ് അതിന്റെ അർത്ഥം. എന്നാ പിന്നെ എന്നെ കുത്തറാത്തീബിന്റെ ലിസ്റ്റിൽ നിന്ന് വെട്ടിക്കളി, എനിക്ക് എന്റെ റബ്ബ് മതി. ഞാൻ എന്റെ റബ്ബിനോട് പറയാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്റെ സങ്കടങ്ങൾ, എന്റെ ദുഃഖങ്ങൾ, എന്റെ പ്രയാസങ്ങൾ, എന്റെ വിഷമങ്ങള്, എന്റെ മക്കളുടെ അസുഖത്തെക്കുറിച്ച്, എന്റെ ഭാര്യയുടെ വിഷമത്തെക്കുറിച്ച്, എന്റെ മാതാപിതാക്കളുടെ അവരുടെ പ്രയാസങ്ങളെ കുറിച്ച് എന്റെ റബ്ബിനോട് പറയാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ലിസ്റ്റിൽ നിന്ന് എന്റെ പേര് വെട്ടിക്കോളൂ എന്ന് പറഞ്ഞ് വളർന്നതാണ് പ്രിയപ്പെട്ടവരെ ഈ മുജാഹിദ് പ്രസ്ഥാനം കേരളക്കരയിൽ. അല്ലേ? ഇന്നും ഈ 2022-ലും 2023-ലും 2021-ലും ഒക്കെ ഈ മുസ്ലിം ഉമ്മത്തിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് പച്ചയായ ശിർക്ക് സമൂഹത്തിൽ എത്തിക്കാൻ ബോധപൂർവം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഉസ്താദുമാർ. ഈ അലൈസല്ലാഹു ബികാഫിൻ അബ്ദ എന്ന് പറഞ്ഞിട്ട് അല്ലാഹ് ആയത്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? വയുഖവ്വിഫൂനക ബില്ലദീന മിൻ ദൂനിഹി, അവർ അല്ലാഹുവിന് പുറമെയുള്ളവരെ കുറിച്ച് പറഞ്ഞ് താങ്കളെ ഭയപ്പെടുത്തുകയാണ്. നിങ്ങൾ ഈ കൊച്ചു ഗ്രാമത്തിലെ നാടൻ ഭാഷയിൽ പറയാണ്, ഈ കൊച്ചു ഗ്രാമത്തിൽ ഒരു സഹോദരി തെറ്റു ചെയ്താൽ, ഒരു സഹോദരൻ തെറ്റു ചെയ്താൽ, നീ ചെയ്തിട്ടുണ്ടോ ഇല്ലേ ഇപ്പൊ പറയണം, അള്ളാനെ വിളിച്ച് സത്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ വളരെ കൂളായി തെറ്റ് ചെയ്തവനും ഇല്ല എന്ന് പറയാൻ, അള്ളാഹുവാണ് സത്യം എന്ന് പറയാൻ മുസ്ലിം ഉമ്മത്തിന് മടിയില്ല. എന്നാലും മമ്പുറത്തേക്ക് നടക്ക്, ഏർവാടി പോകണം, അജ്മീറിൽ പോകണം, നാഗൂരിൽ പോകണം, അവിടുത്തെ മക്കബറയിൽ ചെന്ന് അവിടെ തൊട്ട് സത്യം ചെയ്യണം, നീ ചെയ്തിട്ടില്ല എന്ന് നീ സത്യം ചെയ്യണം എന്ന് പറഞ്ഞാൽ കിടുകിടാ നിന്ന് വിറച്ചിട്ട് പറയാണ്, ഏർവാടിക്കൊന്നും പോണ്ട, ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന്. മനസ്സിലായോ? ഇത് കേരളക്കരയിലും ഇന്ത്യ രാജ്യത്തിലെ വ്യത്യസ്തമായ സ്റ്റേറ്റുകളിലുമുള്ള ദയനീയമായ അവസ്ഥയാണ്. അതാണ് ഈ ആയത്തിൽ പറഞ്ഞത്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, ഒരടിമക്ക് അല്ലാഹു പോരെ. വയുഖവ്വിഫൂനക ബില്ലദീന മിൻ ദൂനിഹി, അള്ളാഹുവിന് പുറമെയുള്ളവരെ പറ്റി പറഞ്ഞ് അവർ താങ്കളെ ഭയപ്പെടുത്തുകയാണ്. മുസ്ലിം ഉമ്മത്തിനെ പേടിപ്പിക്കുകയാണ്, CM-നെ പറഞ്ഞ് പേടിപ്പിക്കുകയാണ്, മൊയ്തീൻ ഷേഖിനെ പറഞ്ഞ് പേടിപ്പിക്കുകയാണ്, റിഫായി ഷേഖിനെ പറഞ്ഞ് പേടിപ്പിക്കുകയാണ്, മമ്പറന്തങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കുകയാണ്, മഹാരഥന്മാരെ പറഞ്ഞ് പേടിപ്പിക്കുകയാണ്, അള്ളാനെ പറഞ്ഞ് സ്വർഗ നരകത്തെ കുറിച്ച് പറഞ്ഞ് ചെന്ന് കിടക്കാനുള്ള 6 അടി മണ്ണാകുന്ന ഖബറിനെ കുറിച്ച് പറഞ്ഞ് പേടിപ്പിക്കുവാനും ചിന്തയെ തട്ടി ഉണർത്തുവാനും ആളില്ല. ചിന്തിച്ചു നോക്കൂ നിങ്ങള്, ആലോചിച്ചു നോക്കൂ നിങ്ങള്.